മരണം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യമാണ്. ജനനം നമ്മൾ ഓർക്കുന്നില്ല, പക്ഷേ മരണം ഒരിക്കൽ സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത്. എന്നാൽ ഒരു ചോദ്യം ഇന്നും മനുഷ്യനെ അലട്ടുന്നു. മനുഷ്യൻ മരിക്കുന്ന നിമിഷത്തിൽ ശരീരത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് തലച്ചോറിൽ എന്താണ് നടക്കുന്നത്? ഹൃദയം നിർത്തുമ്പോൾ മനുഷ്യൻ ഉടൻ മരിക്കുന്നു എന്ന് നമ്മൾ സാധാരണ കരുതുന്നു. സിനിമകളിലും കഥകളിലും അത് അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ശാസ്ത്രം പറയുന്നത് അതിനേക്കാൾ വളരെ വ്യത്യസ്തമായ ഒരു കഥ തന്നെയാണ്. ഹൃദയം നിർത്തുന്ന നിമിഷം ശരീരത്തിലെ രക്തപ്രവാഹം അവസാനിക്കുന്നു. അതിനൊപ്പം ബ്രെയിനിലേക്ക് പോകുന്ന ഓക്സിജനും കുറയാൻ തുടങ്ങുന്നു. തലച്ചോർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഊർജം ഉപയോഗിക്കുന്ന അവയവമാണ്. ശരീരഭാരത്തിൻ്റെ ചെറിയ ഭാഗം മാത്രമാണെങ്കിലും ശരീരത്തിലെ ഓക്സിജൻ്റെ വലിയ പങ്ക് ബ്രെയിൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഓക്സിജൻ ഇല്ലാതെ ബ്രെയിൻ അധികം നേരം ജീവിക്കാൻ കഴിയുകയില്ല. എന്നാൽ അത്ഭുതകരമായ ഒരു സത്യമുണ്ട്. ഹൃദയം നിർത്തിയ ഉടനെ ബ്രെയിൻ മരിക്കുന്നില്ല എന്നുള്ളതാണ് അത്. കാരണം മരണം സംഭവിച്ച ശേഷം ആദ്യം ചില സെക്കൻഡുകൾ ബ്രെയിൻ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചില ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഹാർട്ട് സ്റ്റോപ്പ് ആയതിനു ശേഷം പോലും ബ്രെയിനിൽ ശക്തമായ ഇലക്ട്രിക് ആക്ടിവിറ്റി ഉണ്ടാകുന്ന എന്നതാണ്. ചിലപ്പോൾ ഇത് സാധാരണ ജാഗ്രതാവസ്ഥയേക്കാൾ പോലും ശക്തമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ശക്തമുള്ളതായി കാണുന്നുമുണ്ട്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശാസ്ത്രജ്ഞർ പറയുന്നത് ബ്രെയിൻ അവസാനമായി ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഓക്സിജൻ കുറയുമ്പോൾ ന്യൂറോൺസ് ഒരുമിച്ച് ശക്തമായ സിഗ്നൽ അയക്കുന്നു. ഇത് ബ്രെയിനിൻ്റെ അവസാന എനർജി ബസ്റ്റ് ആയി കാണപ്പെടുന്നു. ചിലർ മരണത്തിനടുത്ത് എത്തിയപ്പോൾ ഒരു പ്രകാശം കണ്ടതായി പറയുന്നു. ചിലർ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പറക്കുന്നത് പോലെ അനുഭവപ്പെട്ടതായും പറയുന്നു. ചിലർ മുഴുവൻ ജീവിതവും കണ്ണിന് മുന്നിലൂടെ കടന്നു പോയതായി പറയുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരേപോലുള്ള അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ആത്മാവിൻ്റെ യാത്രയാണോ, അല്ലെങ്കിൽ ബ്രെയിൻ സൃഷ്ടിക്കുന്ന ഒരു ഇല്യൂഷനാണോ? ബ്രെയിൻ ഓക്സിജൻ നഷ്ടപ്പെടുമ്പോൾ വിഷ്വൽ കോർട്ടെക്സ് അസാധാരണമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ടണൽ ലൈറ്റ് പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം എന്ന് ചില ന്യൂറോ സയൻറ്റിസ്റ്റുകൾ വിശദീകരിക്കുന്നു. ബ്രെയിൻ കെമിക്കൽ ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ ഇൻറ്റൻസീവ് ഡ്രീംസ് പോലുള്ള അനുഭവങ്ങളും സൃഷ്ടിക്കാം. പക്ഷേ അതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഇന്നും ഇത് പൂർണ്ണമായും അറിയില്ല. കാരണം മരണം സംഭവിക്കുന്ന സമയത്ത് ബ്രെയിൻ ഡോപ്പമിൻ, സെറോട്ടോണിൻ അല്ലെങ്കിൽ എൻഡോർഫിൻ പോലുള്ള കെമിക്കലുകൾ റിലീസ് ചെയ്യുന്നത് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. ഇവ സന്തോഷവും സമാധാനവും ഉണ്ടാക്കുന്ന കെമിക്കൽസാണ്. അതുകൊണ്ട് ചിലർ അവസാന നിമിഷത്തിൽ വലിയ ശാന്തി അനുഭവിക്കുന്നതായി പറയുന്നു. ഒരുപക്ഷെ പ്രകൃതി മനുഷ്യൻ അവസാന യാത്ര ഭയപ്പെടുത്താതിരിക്കാനായി ബ്രെയിനിനെ നമ്മുടെ തലച്ചോറിനെ കാം മോഡിലേക്ക് മാറ്റുന്നതുണ്ടാകാം. ഒരു വിചിത്രമായ കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. ചില കേസുകളിൽ ക്ലിനിക്കൽ ഡെത്ത് പ്രഖ്യാപിച്ച ആളുകൾ പിന്നീട് വീണ്ടും ജീവിച്ചിട്ടുള്ളതായി പഠനങ്ങൾ പറയുന്നുണ്ട്. അവർ പറഞ്ഞത് ഒരുപോലെയുള്ള അനുഭവങ്ങളല്ല, സ്വന്തം ശരീരം പുറത്തുനിന്ന് കണ്ടതുപോലെ തോന്നുന്നു അവർ പറയുന്നു. ഇത് സയൻസിന് ഇന്നും വലിയ ഒരു ചോദ്യത്തിന് തന്നെയാണ്. ബ്രെയിൻ കോൺഷ്യസ്നെസ് സൃഷ്ടിക്കുന്നതാണോ, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ബ്രെയിനിനെ ഉപയോഗിക്കുന്നതാണോ? ഈ ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാത്തതാണ്. ബ്രെയിൻ ഷട്ട് ഡൗൺ ആകുന്നു. ആദ്യം ഹയർ തിങ്കിങ് ഏരിയ പ്രവർത്തനം കുറയും. പിന്നീട് മെമ്മറി, സ്പീച്ച്, മൂവ്മെൻറ്റ് നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ നിശബ്ദമാകും. അവസാനം ബേസിക് സർവൈവൽ സിസ്റ്റംസ് പോലും പ്രവർത്തനം അവസാനിപ്പിക്കും. ഇത് ഇൻസ്റ്റൻറ്റ് സ്വിച്ച് ഓഫ് അല്ല, അത് സൺസെറ്റ് പോലെ പതുക്കെ സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. മരണത്തിന് ശേഷം കുറച്ച് സമയം ബ്രെയിൻ്റെ സെല്ലുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കും. ചില എക്സ്പീരിയൻസിൽ ഡെത്ത് കഴിഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷം പോലും ചില ബ്രെയിൻ സെൽസിന് ആക്ടിവിറ്റി കാണിച്ച റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മരണം ഒരു സിംഗിൾ മൊമെൻ്റ് അല്ല എന്ന് ശാസ്ത്രം പറയുന്നു. അത് ഗ്രാജുവൽ ട്രാൻസിഷനാണ്. ഇപ്പോൾ മനുഷ്യരെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു ചോദ്യം മരിച്ചതിന് ശേഷം കോൺഷ്യസ്നെസ് ഉണ്ടാകുമോ എന്നുള്ളതാണ്, അല്ലാതെ ബോധം അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളതാണ്. സയൻസ് ഇതുവരെ കോൺഷ്യസ്നെസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും പൂർണ്ണമായി കണ്ടെത്തിയിട്ടില്ല. ബ്രെയിൻ ന്യൂറോൺസ് ഇൻട്രാക്ഷൻ ആണോ, ക്വാണ്ടം പ്രോസസ്സാണോ, മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതും ഇപ്പോഴും സംശയമാണ്. അതുകൊണ്ട് മരണത്തിന് ശേഷം സംഭവിക്കുന്ന
ആ ബോധം എന്ന് പറയുന്നത് എന്തുകൊണ്ട് സംഭവിക്കുമെന്ന് സയൻസ് ഉറപ്പായിട്ടും ഇപ്പോഴും പറയുന്നില്ല. ആത്മീയ കാഴ്ചപ്പാടുകളിൽ പല അഭിപ്രായങ്ങളുണ്ട്, പലതും വ്യത്യസ്തമാണ്. ചിലർ ആത്മാവ് ശരീരം വിട്ട് മറ്റൊരു അവസ്ഥയിലേക്ക് പോകുമെന്ന് വിശ്വസിക്കുന്നു. ചില മതങ്ങൾ പുനർജന്മം പറയുന്നു, മറ്റു ചിലർ നിത്യജീവിതം പറയുന്നു, ചിലർ എനർജി മാത്രം തുടരുന്നു എന്നും പറയുന്നു. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ബ്രെയിൻ നിർത്തുമ്പോൾ നമ്മൾ അറിയുന്ന വ്യക്തിത്വം അവസാനിക്കുന്നു, പക്ഷേ മനുഷ്യൻ്റെ സ്വാധീനം അവസാനിക്കുന്നില്ല. മനുഷ്യൻ്റെ ചിന്തകൾ, പ്രവൃത്തികൾ, സ്നേഹം, ഓർമ്മകൾ മറ്റുള്ളവരുടെ ബ്രെയിൻ തുടരുന്നു എന്നും കാണാം. അതുകൊണ്ട് ചിലർ ശാരീരികമായി മരിച്ചാലും ലോകത്തിൽ ജീവിക്കുന്നു എന്ന്. മരണം മനുഷ്യനെ ഭയപ്പെടുത്തുന്നത് അറിയാത്തതിനാലാണ് ബ്രെയിൻ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് ബ്രെയിൻ അറിയുന്നില്ല. അതാണ് ഭയം എന്ന് പറയുന്നത്. പക്ഷേ ചില തത്വചിന്തകൾ പറയുന്നത് മരണം ഉറക്കത്തിന് സമാനമായ ഒരു മാറ്റമായിരിക്കാം എന്നാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ ലോകം നഷ്ടപ്പെടുന്നില്ല, ബോധം മാത്രമാണ് മാറുന്നത്. ഒരു പക്ഷേ മരണം കോൺഷ്യസ്നസിൻ്റെ മറ്റൊരു രൂപമായി ആയിരിക്കാം. ഇന്ന് ന്യൂറോ സയൻസ് വളരെ മുന്നേറിയിട്ടുണ്ട്. ബ്രെയിൻ സിഗ്നൽസ് വായിക്കാനും മെമ്മറി സ്റ്റഡി ചെയ്യാനും സയൻറ്റിസ്റ്റിന് കഴിയുന്നുണ്ട്. പക്ഷേ ഇന്നും ബ്രെയിൻ മുഴുവനായി മനസ്സിലാക്കിയിട്ടില്ല. യൂണിവേഴ്സ് പോലെ തന്നെ ബ്രെയിൻ ഒരു മിസ്റ്ററിയാണ്. മരണം നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. ജീവിതം സ്ഥിരമല്ല, പക്ഷേ സമയം പരിമിതമാണ്. അതുകൊണ്ട് ജീവിക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. മരണത്തെ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ കാണാൻ നമ്മൾ തുടങ്ങുന്നു. മനുഷ്യൻ ഒരിക്കൽ ജനിച്ചു, കുറച്ച് സമയം ജീവിച്ചു, പിന്നെ പ്രകൃതിയോട് വലിയ ചക്രത്തിലേക്ക് തിരിച്ചു ചേർന്നു. ശരീരം ഭൂമിയിലേക്ക് മടങ്ങുന്നു, എനർജി യൂണിവേഴ്സിലേക്ക് മടങ്ങുന്നു. അതുകൊണ്ട് ചിലർ പറയുന്നു മരണം അവസാനമല്ല, അതൊരു രൂപാന്തരമാണ്. മനുഷ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ ആരാണ്, അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് വന്നത്, ഞാൻ എവിടേക്കാണ് പോകുന്നത്. ഈ ചോദ്യങ്ങളാണ് മനുഷ്യനെ എന്നും മനുഷ്യനാക്കി മാറ്റുന്നത് തന്നെ. ഒരു പക്ഷേ ബ്രെയിൻ അവസാന നിമിഷത്തിൽ പോലും ഒരു ഉത്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കാം. അതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ കഥ എന്ന് പറയുന്നത്.